ഇനി ശരിക്കും നിങ്ങൾ ഈ യാത്ര നടത്തുകയാണെന്നിരിക്കട്ടെ, നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു മൈലേജ് കണക്കാക്കുന്നതിലേക്കൊന്ന് വരാം. ഈ അന്തരീക്ഷത്തിലൂടെ ആണോ അദ്ദേഹം പുറത്തു പോവുകയാണോ ഉണ്ടായത്, അതോ അദ്ദേഹം സ്പേസിൽ പോവുകയാണ് ഉണ്ടായത്, അതോ വേറെ ഏതെങ്കിലും? ഇപ്പോൾ ചന്ദ്രനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വലിയ ഒരു ഗോളം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. നമ്മുടെ ഉപഗ്രഹമാണ്, നമ്മളെ ചുറ്റുന്നു, സൂര്യനെ ചുറ്റുന്നു. നമുക്കൊപ്പം ഒരു 3,84,000 കിലോമീറ്ററാണ് ശരാശരി ദൂരം. ഇവിടെ നിന്ന് നമ്മളൊരു സന്ദേശം അയക്കുകയാണെന്നിരിക്കട്ടെ, റേഡിയോ വേവ്സ് വഴി ചന്ദ്രനിൽ നിന്ന് ആ സന്ദേശം എത്തിച്ചേരാനായിട്ട് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് 1.2 സെക്കൻഡ് എടുക്കും. 0 സെക്കൻഡ് എടുക്കും. തിരിച്ചു വരാനായിട്ട് 2.5 സെക്കൻഡ് എടുക്കും. ഇപ്പം ചന്ദ്രനിലേക്ക് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി പ്രകാശത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററിനോട് അടുപ്പിച്ചാണ്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയോ വേവ്സ് ആണല്ലോ നമ്മൾ അതും ലൈറ്റ് വേവ്സ് തന്നെയാണ്. അപ്പോൾ ആ വേവ്സ് അനുസരിച്ച് അതിൻ്റെ ഒരു നിരക്ക് അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അനുസരിച്ച് ചന്ദ്രനിൽ പോയി തിരിച്ചു വരണമെങ്കിൽ 2.5 സെക്കൻഡ് വേണം. ചൊവ്വയിലാണെങ്കിൽ ചൊവ്വ പലപ്പോഴും ഭൂമിയോട് വളരെ അടുത്ത് വരും, ഒരു 5 കോടി കിലോമീറ്റർ വരെ അടുത്ത് വരും, ഒരു 40 കോടി കിലോമീറ്റർ വരെ അകലെ പോവുകയും ചെയ്യും. എന്നാൽ ഒരു ശരാശരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 മിനിറ്റ് എങ്കിലും ഏറ്റവും അടുത്ത് വരുമ്പോൾ ചൊവ്വയുമായിട്ട് ഉള്ള ലൈറ്റിലുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 മിനിറ്റ് എങ്കിലും വരും. പരമാവധി ഒരു 13.5, അതിനപ്പുറം പോകും. ഇനി സൗരയൂഥം മാത്രം സൗരയൂഥത്തിന് പുറത്ത് പോകണമെങ്കിലും മാസങ്ങളുടെ ആവശ്യം വരും. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ്. അവരുടെ 1000 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്, 1,00,000 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൗരയൂഥത്തിന്റെ മൊത്തം ഒരു പരിധി എന്ന് പറയുന്നത്. തൊട്ടടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആൽഫ സെന്റോറി എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. അതിന്റെ ദൂരം എത്രയാണ്? 4 to 4.2 ലൈറ്റ് ഇയേഴ്സ് ആണ്. തൊട്ടടുത്ത നക്ഷത്രത്തിൽ പോകുന്നത്. തൊട്ടടുത്ത ഗാലക്സിയിൽ പോകണമെങ്കിലോ 25,000 വർഷമെങ്കിലും പ്രകാശവേഗത്തിൽ സഞ്ചരിക്കണം. പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാസ് ഇൻഫിനിറ്റ് ആവും. എന്നത് പ്രകാശവേഗം സാധ്യമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പോട്ടെ, ഈ അറ്റ്മോസ്ഫിയറിലാണ് പോകണമെന്നിരിക്കട്ടെ. ഇത് ശരിയായിട്ട് നടന്ന കഥയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു ജസ്റ്റ് ഫോർ എ ഹൊറർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അറ്റ്മോസ്ഫിയറിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതിൽ ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഈ ബലൂണ്, പ്ലെയിൻ, പർവ്വതങ്ങളൊക്കെ കണ്ടില്ലേ. ഇത് ഏതാണ്ട് 12 മുതൽ 18 കിലോമീറ്റർ വരെ പൊക്കമാണ്. ഇവിടെയാണ് ജീവമണ്ഡലം എന്ന് പറയാവുന്ന സംഗതി. ഇവിടെയാണ് അതിൻ്റെ ഒരു ശരാശരി ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ